കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണണം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, രാത്രികാലങ്ങളിൽ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കളഭാലങ്കാരത്തോടു കൂടി നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആകാംക്ഷയാണ്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള ദേവീനെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം വെങ്കല ഗരുഡ പ്രതിമയൊന്ന് കാണാം, ആലിനെ ഒന്ന് വലം വയ്ക്കാം. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ വരുമ്പോൾ തീയരമ്പലമൊക്കെ കണ്ട് അങ്ങനെ പുതിയ ഗോപുരമൊക്കെ കണ്ട് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലം, ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്ത് ഉള്ള അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. രാവിലെ കുറച്ച് നേരം തിരക്കുണ്ടായില്ല, അതിനുശേഷം പിന്നെ തിരക്കായി. ഇപ്പോൾ വലിയ തിരക്കെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മോശമല്ലാത്ത തരത്തിൽ തിരക്കുണ്ട്. നമുക്കെന്തായാലും തൊഴാനായിട്ട് പോവാം. അങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ ഇടതേ സൈഡിലുള്ള ആ പീഠം നോക്കിയിട്ട് നാരായണീയം എഴുതിയ നാരായണ ഭട്ടതിരിനെ, മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതേ വശത്തുള്ള ആ തൂണ് നോക്കിയിട്ട് ഒന്ന് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ശ്രീലകത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലിങ്ങനെ ആ കളഭത്തിൻ്റെ കളർ തന്നെ ഒന്ന് വ്യത്യാസപ്പെട്ട മാതിരിയായിട്ട്, അതായത് പച്ച എന്താ കടുത്ത മഞ്ഞ കളറല്ലാത്ത തരത്തിൽ ആണ് ഇന്നത്തെ ആ അലങ്കാരം. കാൽപാദങ്ങളൊക്കെ കാണുന്നു, അപ്പോൾ കാൽവളകൾ കാണുന്നു. അങ്ങനെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ ഗദ കാണുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഒരു ഇളം മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്ത മാതിരിയാണ്, അതുകൊണ്ടാണെന്ന് കളർ കമ്മിയായിട്ടുള്ള മാതിരി തോന്നുന്നു. അങ്ങനെ ചതുർബാഹു ആണ് കേട്ടോ, മഹാപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് ഇന്നിങ്ങനെ മരുവുന്നത്, ഭക്തർക്ക് ദർശനമേകുന്നത്. ശ്രീലകത്തെ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് ചതുർബാഹുവായിട്ട് തന്നെയാണ്, ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെയാണ്. ആ കളഭം കൊണ്ട് ഗദ ചാർത്തിയിട്ടുണ്ട്, ശംഖ് ചക്രം, അതേപോലെ ആ പത്മം ഒരു താമര കൊടുത്തിട്ടുണ്ട്, ശംഖും ചക്രമൊക്കെ സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ നല്ലൊരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. പിന്നെ നല്ല വലിയ മാല കാണുന്നുണ്ട്, ഉണ്ടമാല. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടിയുള്ളതും, വെളുത്ത പൂവും താമരയും തുളസിയായിട്ടുള്ളതും, അങ്ങനെ 2 അതേപോലെ തിരുമുടിമാല കാണാണ്ട് 2 തിരുമുടിമാലകളാണ്. 4 കൈകളിലും കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ആര്യോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള ആ ഒരു ചതുർബാഹുവിൻ്റെ വിഗ്രഹം ചാർത്തിയിട്ടുള്ളത്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുള്ളത് ആര്യോദിക്കനാണ്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ നമ്മളെല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട് ആ തിരുമുഖ ദർശനം കാണുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പനെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആദ്യത്തെ ആ കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. പിന്നീട് ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുകയാണ്. അതിനുശേഷം പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചുമരമ്പിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം.
പിന്നീട് അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അവിടെ വരിക. അവിടെ വരുമ്പോൾ ഒന്ന് അധികം അതൊന്നുമില്ല, കറുത്ത വിഗ്രഹത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വർണത്തിൻ്റെ വട്ടത്തിലുള്ള പൊട്ടുകൾ വെച്ചിട്ടുണ്ട് മുഖത്ത്. പിന്നെ വെളുത്തെന്ന് പറഞ്ഞാൽ ഒരു ഇളം വെളുപ്പ് നിറത്തിലുള്ള എന്താ കോടി കളർ എന്നൊക്കെ പറയില്ലേ, ആ കളറിലാണ് ഇന്നത്തെ ആ ഒരു അങ്ങനെ അരയിൽ ഉടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ വലിയൊരു മാല ഉണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ഗണേശനും ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം, ഒന്നുകൂടി തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് വരുമ്പോൾ മേൽശാന്തിര അവിടെ വന്നാൽ ആരോധിക്കനിരിക്കുന്നു, പൊട്ടക്കുഴി ആരോധിക്കനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ ഗജേന്ദ്രമോക്ഷവും വാമനരൂപവും ഗരുഡാതിരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ നിന്ന് ധാരാളം മാലകൾ കാണാനുണ്ട്. അപ്പോൾ ദിവസവും അലങ്കാരമുണ്ട് നന്നായിട്ട്, തുളസിപ്പൂവും താമരയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇന്നലെ തെച്ചിയായിരുന്നു ബ്രഹ്മാവിൻ്റെ മേൽ, ഇന്നിപ്പോൾ അതല്ല. അങ്ങനെ നല്ല രസമായിട്ട് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നേരെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരാം. കൃഷ്ണൻ്റെ അവിടുത്തെ ഒരു തുളസിമാല ഉണ്ട്. മുരുകൻ്റെ അവിടെ വന്ന് മുരുകനെയും കണ്ട് തൊഴാം. കുറച്ച് ഭസ്മേ ഉള്ളൂ, ഇന്ന് രാവിലെ കുറച്ചേ ഉള്ളൂ എന്ന് ചെയ്തു, അപ്പോൾ അവിടെയും തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊന്നും ഒരു സാധനമില്ല, ആകെ ലേശം കുങ്കുമത്തിൻ്റെ ഒരു അംശം ഇങ്ങനെയുള്ള മാതിരിയുള്ളൂ, വേറെ ഒന്നുമില്ല. പൂക്കളും ഇല്ല, കുങ്കുമവും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് ഓവിൻ്റെ അവിടെ വന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയാൽ ചുമരിലുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് മണിക്കിണർ നോക്കി കണ്ട് തൊഴാം. പിന്നെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ കിടാവിളക്കിരുന്ന് കത്തുന്നു, അവിടെ തൊഴാം. പിന്നീട് നേരെ കുറൂരമേരയും നാരദരിയൊക്കെ ഉള്ള ആ വിഗ്രഹങ്ങളൊക്കെ കാണാം. വസുദേവരും അനന്തൻ കുട പിടിച്ചിട്ട് ഇങ്ങനെ ആ ഉണ്ണിക്കണ്ണനെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാം. പിന്നീട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഒക്കെ വാങ്ങി തൊട്ട് ഇടത്തരികത്ത് രാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ നിന്ന് ഗോളക തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണാനുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കൾ കണ്ട്. പിന്നെ തെച്ചിപ്പൂ കൊണ്ട് വലിയൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ ആ നെക്ലസ് കാശുമാല അതുണ്ട്. അപ്പോൾ ഭഗവതീനെ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മനസ്സിൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളവിടെ പോയി ദർശനം കിട്ടിയ
ആ ഒരു പ്രതീതിയാവും. അതിന് ശേഷം നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കാം. പിന്നീട് ആൾ രൂപത്തിൻ്റെ വഴിപാട് കാണാം. അതുപോലെ ആ മഞ്ചാടി വാരുന്ന സ്ഥലം കാണാം. തുലാഭാര കൗണ്ടറൊക്കെ കണ്ട് അതിലെങ്ങനെ വരുമ്പോൾ പറഞ്ഞ മാതിരി കൊടിമരം വഴിയാണ് കുറച്ച് സമയം വിടുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ വിഗ്രഹത്തെ ഒന്നുകൂടി കാണുക. എത്ര കണ്ടാലും മതി വരില്ലല്ലോ. അപ്പോൾ കാണാനും പിന്നെയും കാണണം തന്നെയാണ്. ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിൽക്കുന്ന ആളുകളായാൽ പോലും മതിയാവില്ല എന്നുള്ള അവസ്ഥയാണ്. ഭഗവാന്റെ ആ ഒരു മായക്കാഴ്ച അത് വളരെ മനോഹരമാണ്. അപ്പോൾ എത്ര കണ്ടാലും മതി മാറില്ല. അപ്പോൾ നമുക്ക് അവിടെ കണ്ട് തൊഴുത് ഒന്ന് നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടേക്കും നോക്കി അവിടെയും കിടാവിളക്ക് കാണണം, കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ അയ്യപ്പൻ്റെ അവിടെ വരാം. അയ്യപ്പൻ്റെ അവിടെ ഇന്ന് ഈ പറഞ്ഞ മാതിരി അധികം അലങ്കാരമൊന്നും ആയിട്ടില്ല. ഗോളക അങ്ങനെ ഇറക്കണു, കിരീടം അത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ധാരാളം ഇതുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൽ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നീട് കുറച്ചും കൂടെ ഇറങ്ങുന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് വന്ന് അവിടുന്ന് നേരെ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട്, ഭഗവാന്റെ കുളത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. അന്നലക്ഷ്മി ഹാളിന് സൈഡിലൂടെ പോകുന്ന നേരെ കുറച്ചങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വടക്ക് വശത്തെത്തിയ പൂന്താനത്തിൻ്റെ ആ നാരായണാലയം കാണാം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. ചില്ലിങ്ങോട്ടിൽ വെച്ചിട്ടുണ്ട്, അത് കാണാം. അവിടെ നിന്നൊക്കെ തൊഴുത് നേരെ നമ്മളിങ്ങനെ വരുമ്പോൾ ദേവിയുടെ അവിടെ ഒന്നുകൂടി തൊഴാം. ഭഗവതി നടയിൽ ഒന്നുകൂടി തൊഴുത് നേരെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അവിടെ വന്നാലും കാണും കുറച്ചൊക്കെ. വലിയ തിരക്കുണ്ടെങ്കിൽ കാണില്ല എന്ന് മാത്രം. അപ്പോൾ അവിടെ വന്ന് ഭഗവാനെ ഒന്നുകൂടി കണ്ട് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വരുമ്പോൾ കൂവളം കാണാം. ആ കൂവളത്തിൻ്റെ അവിടെ മഹാദേവനും പാർവതിയും വസിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അതിനുശേഷം ആ പ്രദക്ഷിണം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് നമ്മൾ ഗുരുവായൂരിൽ ഈ പറയുന്ന പോലെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ നമുക്ക് ആ ഗുരുവായൂരപ്പനെ ദർശിച്ച ഒരു ഫലം, അനുഭവം നമുക്കുണ്ടാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.